കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ കൂടിയുണ്ട്. വിപിൻ, വെരി ഗുഡ് മോർണിംഗ് അഗെയിൻ. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ സാധാരണ തെരഞ്ഞെടുപ്പുകളിൽ പല വിഷയങ്ങളുണ്ടാകാം. ഈ തെരഞ്ഞെടുപ്പിൽ വടക്കൻ കേരളവും തെക്കൻ കേരളവും മധ്യ കേരളവും ഒക്കെ ചിന്തിക്കുന്നത് ഈ ഡീലുമായി ബന്ധപ്പെട്ട്. എനിക്ക് നേതാക്കളും ആ ഡീലിൽ കാര്യങ്ങൾ ഒതുക്കി നിർത്താൻ ശ്രമിക്കുന്നു എന്ന് നമുക്ക് തോന്നും. അപ്പോൾ മറ്റു വിഷയങ്ങൾ വരും ദിവസങ്ങളിൽ ഉയർന്നു വരാനുള്ള ഒരു സാധ്യതയുണ്ടോ? രണ്ട്, നാളെ പ്രധാനമന്ത്രി തൃശ്ശൂരും പാലക്കാടും എത്തുകയാണല്ലോ. ഗുഡ് മോർണിംഗ് അഷ്മി, ക്രിസ്റ്റീന. അതെ, ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ എത്തുകയാണ്. പ്രധാനമായിട്ടുള്ള എല്ലാ സ്റ്റാർ ക്യാമ്പയിനേഴ്സും ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇറങ്ങുന്നു. അങ്ങനെ അതിന്റെ ഒരു മൂർധന്യാവസ്ഥയിലേക്ക് ആ പ്രചാരണം പോകുന്നു എന്നുള്ളത് തന്നെയാണ്. നാളെ 4 മണിക്ക് തൃശ്ശൂരിൽ, ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി പാലക്കാട് എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ ഒരു ചാർട്ടുള്ളത്. അതിൽ തിരഞ്ഞെടുപ്പ് റാലിയിൽ പാലക്കാട് സംസാരിക്കുന്നു. അതിനുശേഷം റോഡ് ഷോയിലാണ്, തൃശ്ശൂർ റോഡ് ഷോയാണ് നടത്തുന്നത്. അത് സ്വരാജ് റൗണ്ടിന്റെ ആ ഭാഗത്തായിട്ടാണ് അദ്ദേഹത്തിന്റെ ഒരു റോഡ് ഷോ. അതായത് ആയിരക്കണക്കിന് പ്രവർത്തകരെ ഇറക്കാൻ തന്നെ BJP അത്രത്തോളം ആവേശത്തോടു കൂടി നിൽക്കുന്നു. കാരണം എ ക്ലാസ് മണ്ഡലമായിട്ടാണ് ഈ 2 മണ്ഡലങ്ങളെ കണക്കാക്കുന്നത്, പാലക്കാടും തൃശ്ശൂരും. കഴിഞ്ഞ ലോക്സഭയിലൊക്കെ ഉണ്ടായിട്ടുള്ള വമ്പൻ വിജയം. അപ്പോൾ അത് ആവർത്തിക്കാം എന്നുള്ളത് തന്നെയാണ് എ ക്ലാസ് മണ്ഡലമായി തൃശ്ശൂരിനെ കണക്കാക്കുന്നതിലൂടെ BJP ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത്. മറ്റൊന്നുള്ളത്, ഇനി 4-ാം തീയതി വീണ്ടും പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ 2 ഘട്ടമായിട്ട് പ്രധാനമന്ത്രി എത്തുന്നുണ്ട്. ആ ഒരു മധ്യ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വയ്ക്കുന്നത് ഒരു ന്യൂനപക്ഷ വോട്ടുകൾ, അത് ഒപ്പം തന്നെ ക്രിസ്ത്യൻ വോട്ടുകളൊക്കെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ കൂടുതൽ റാലികളിൽ ഉൾപ്പെടെ കോട്ടയത്തൊക്കെ പങ്കെടുക്കും എന്നുള്ളത് കൂടിയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ക്രിസ്റ്റീന ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇനി വരുന്നത് ഡീൽ വിഷയങ്ങളാണ് പ്രധാനമായിട്ടുള്ള. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതൊരു വാദപ്രതിവാദത്തിലേക്ക് തന്നെ പോകുന്നു, വെല്ലുവിളിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. ഞാനിപ്പോൾ നിൽക്കുന്നത് കലൂർ സ്റ്റേഡിയത്തിലാണ്. ഇവിടെ എറണാകുളത്തെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള PR ശിവശങ്കർ ഇതാ പ്രചാരണം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് പ്രചാരണം? ഒരൊറ്റ സെക്കൻഡ്, മനോരമക്കാർ ശ്രമിക്കണേ. പ്രചരണം നന്നായിട്ട് പോകുന്നു, വളരെ ഗംഭീരമായിട്ട് പോകുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രവർത്തകർ ആവേശഭരിതരാണ്. അവർ വിജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രഭാതം നടത്താം രാവിലെ അല്ലേ, വോട്ട് ചോദിക്കലും എല്ലാം വോട്ട് ചോദിക്കലിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വരുന്നത്. കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. സോ പ്രധാനമന്ത്രി എത്തുകയാണ് നാളെ. അതെ, തൃശ്ശൂരാണ് എത്തുന്നത്. ഇവിടെ അദ്ദേഹത്തിന്റെ കാൽ പതിച്ച സ്ഥലമാണ്, അതുകൊണ്ട് ഞങ്ങൾക്കതൊരു പ്രത്യേക ആവശ്യമാണ് ഇവിടെ വരുമ്പോൾ. അപ്പോൾ പ്രധാനമായിട്ട് ഇപ്പൊ കേരളത്തിൽ സ്വർണ്ണക്കൊള്ള നിൽക്കുന്നു, ഒപ്പം തന്നെ ഡീൽ വിവാദങ്ങൾ നിൽക്കുന്നു. അപ്പോൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇതൊരു ധാർമ്മിക ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ളതാണ് കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെ പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? ധാർമ്മിക ഉത്തരവാദിത്തം അദ്ദേഹം പിണറായി നോക്കി പറഞ്ഞായിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് വരെ SIT വന്നപ്പോൾ അദ്ദേഹത്തെ പെടുമെന്ന് ഇപ്പോൾ ദൃശ്യ മാധ്യമങ്ങളടക്കം പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഡീൽ എവിടെയാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ചില ആളുകളെ മാറ്റി നിർത്തി. അതുപോലെ തന്നെ ഈ പറയുന്ന സ്വർണ്ണക്കൊള്ളയിൽ കൊടിമരക്കൊള്ളയും കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇറ്റ്സ് എ ഡീൽ ബിറ്റ്വീൻ UDF ആൻഡ് ദ LDF. ആക്ച്വലി അവരങ്ങോട്ടും ഇങ്ങോട്ടും സേവ് ചെയ്തിരുന്നു. അതല്ലെങ്കിൽ അന്വേഷണം വേറെ രീതിയിൽ പോയതിനെ ഞങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ്. അതുകൊണ്ട് ആ ചർച്ചകൾ അപ്പോൾ BJPക്ക് ഗുണമാവും എന്നുള്ളതാണോ? ഒരു സംശയമില്ല. എല്ലാ ചർച്ചകളും, കാരണം ഇവർ കാണിക്കുന്ന എല്ലാ ഈ പറയുന്ന കൊള്ളകൾ, അതിപ്പം ഒരാൾ LDF ഖജനാവ് കൊള്ളയടിച്ചു, അതിനുശേഷം ബാങ്കുകൾ കൊള്ളയടിച്ചു, ഇപ്പോൾ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്നു. അങ്ങനെ കൊള്ളയടിയുടെ, കാരണം ഇത് അവസാന കാലഘട്ടമാണ്, എല്ലാം കൊള്ളയടിച്ചു കൊണ്ടുപോവാണ്. അതുകൊണ്ട് LDFനെതിരെ അതിശക്തമായി ഉണ്ടാവും. അതുപോലെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരും കൊടിമരമടക്കം ശബരിമലയിൽ കൊള്ളയടിച്ച ചരിത്രമാണ്, സ്വർണം അടിച്ചു മാറ്റിയത്. അതിൽ നിന്നൊക്കെ ഇപ്പോൾ വിജിലൻസിന്റെ റിപ്പോർട്ട് കിട്ടുന്നു, കോടതി അതിൽ നിന്ന് അത് തീർപ്പാക്കുന്നു. അതൊരു പോസിറ്റീവായിട്ടല്ലേ ആ കാര്യം നിൽക്കുന്നത്? അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണമുണ്ട്. ഇപ്പം നമുക്കറിയാമല്ലോ, ഞാൻ കൂടുതൽ ഡിബേറ്റിലേക്ക് പോകുന്നില്ല. അതൊരു 3.5 കോടി 2 പേരുടെ നിന്നും മേടിച്ചു. എനിക്കറിയാം മോഹൻലാലിൽ നിന്നും സുരേഷ് ഗോപിയുടെ നിന്നും ദിലീപിയുടെ നിന്നൊക്കെ എത്രയാണ് മേടിച്ചതെന്നും എൻ്റെ റെസീറ്റ് എവിടെയാണെന്നൊക്കെ അറിയാം. വിജിലൻസിന്റെ അന്വേഷണമല്ല, ഞങ്ങളുടെ അന്വേഷണം വരുന്നുണ്ട് ഈ ഗവൺമെന്റ് വരുമ്പോൾ. ഞാൻ എന്താ ചോദിക്കാത്തതെന്ന് ചോദിക്കായിരുന്നു അല്ലേ? എ ക്ലാസ് മണ്ഡലമായിട്ട് നിൽക്കുന്ന അവിടെ 2020 കൊടുത്തു. അത് കുറച്ചുകൂടി ഒരു പോസിറ്റീവായിട്ട് വിജയിച്ച് കയറാവുന്ന ഒരു മണ്ഡലമായിരുന്നില്ലേ BJPയെ സംബന്ധിച്ച്? അതായത് താമര ചിഹ്നത്തിൽ മത്സരിക്കൂ എന്നുള്ളതായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഇതിനെ കാണുന്നത്? എനിക്ക് മനസ്സിലാവാത്തത്, ഇതുവരെ എന്നെ എല്ലാവരും ഗ്രില്ല് ചെയ്തിരുന്നത് ഞങ്ങൾ BJP സഖ്യകക്ഷികളെ തിന്നുന്ന, അല്ലെങ്കിൽ സഖ്യകക്ഷികളെ അവരുടെ സീറ്റുകൾ അടിച്ചു മാറ്റുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് ഇതുവരെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ നല്ല സീറ്റ് കൊടുത്താൽ അതും കുറ്റമാണോ ഞങ്ങളുടേത്? അങ്ങനെ പറയും. ഒരു തീരുമാനത്തിൽ നിൽക്കണം. ഞങ്ങൾ നല്ല സീറ്റുകൾ കൊടുക്കുന്നു, അങ്ങനെയല്ലേ സഖ്യകക്ഷികൾ വരുമ്പോൾ. പ്രത്യേകിച്ച് ഈ പറയുന്ന ഗസ്റ്റ് വരുമ്പോൾ വി ഹാവ് ടു സെർവ് ദം ബെറ്റ്. ഒരു നല്ല സീറ്റ് അവർക്ക് കൊടുത്തു, ഒരു നല്ല പ്രവർത്തനം അവർക്ക് കാഴ്ചവെക്കാനുള്ള ചാൻസ് കൊടുത്തു. അതുകൊണ്ട് ഞങ്ങൾ വിജയിക്കാൻ സാധ്യതയില്ലാത്ത സീറ്റുകൾ മാത്രമാണ് അവർക്ക് കൊടുക്കേണ്ടത്. അങ്ങനെയല്ലോ. ആൻഡ് എറണാകുളം അത്ര മോശം സീറ്റൊന്നുമല്ല കേട്ടോ. ഇവിടെ വി ഗോട്ട് 80% വോട്ട്, 18% വോട്ട്. നിങ്ങളതൊന്ന് പഠിക്കണം എന്ന് എൻ്റെ അഭിപ്രായം. ഞാൻ ഒറ്റക്കാരോട് പറഞ്ഞോട്ടെ. ഈ എറണാകുളത്ത് 18% വോട്ട് BJPക്ക് ഉണ്ടായിരുന്നു 2024. 2020ക്ക് 11,000 വോട്ടുണ്ട്.
സോ ടുഗദർ വി ഗോട്ട് ഓൾമോസ്റ്റ് 30,000 വോട്ട്. അവരെ PR ശിവശങ്കർ വോട്ടിന് വേണ്ടി ഇറങ്ങിയാണ്. പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളൊക്കെ തെരുവിലുണ്ട് ഇപ്പോൾ. കാര്യം അത്രയും കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. കിട്ടാവുന്ന മോർണിംഗ് വാക്കോ ഈവനിങ് വാക്കോ അല്ലെങ്കിൽ ഉച്ചയ്ക്കുള്ള വാക്കോ എന്ത് വാക്കാണെങ്കിലും കിട്ടാവുന്ന വോട്ടുകളൊക്കെ പോയി ചോദിക്കുക എന്നുള്ള സമീപനത്തിലാണ് അതിന്റെ ഭാഗമായി വോട്ട് വയ്ക്കാൻ ഇറങ്ങിയതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.